നിന്റെയാണോ? അതെടുക്ക്. ആ എടുക്കാം. എന്താണ് ഇത്ര വെളുപ്പിനെ ഫോൺ ചെയ്യുന്നത്? ആരെങ്കിലും ചത്തോ? ബോസിന് ജീവനുണ്ടോ? താങ്ക് യു ബ്രദർ. നന്നായി നിങ്ങൾ ഒന്നും ചെയ്യാഞ്ഞത്. യു വെൽക്കം. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. സ്റ്റോപ്പ്. നിത്യ, സ്കിൻ ഇൻഫെക്ഷൻ. അത് വീണ്ടും വീണ്ടും വരുന്നു. അത് നീ എപ്പോഴെങ്കിലും കുളിക്കണം, അല്ല ഇടക്കിടക്ക് വന്നോണ്ടിരിക്കും. ഇത് കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല. സ്കിൻ ഇൻഫെക്ഷന് കാരണം കീടാണുക്കളാണ്. ഇത് വരുന്നത് തടയാൻ ട്രൈ ചെയ്യൂ. പുതിയ ലൈബോയ് അല്ലേ? അല്ല, പുതിയ ഏതെങ്കിലും സോപ്പ് വാങ്ങിച്ച് തേക്കടി നീ, എന്നിട്ട് കുളിക്ക്. അവളുടെ ഒരു ലൈബോയ്. എത്ര മണിയായി? 5 മണി. ഒറ്റയ്ക്കാണോ? എനിക്ക് വേണം. മോനെ അവനെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. മോനെ, കണ്ണടച്ചങ്ങനെ ആരെയും വിശ്വസിക്കരുത്. ആന്റി, അതിന് ഞങ്ങള് കണ്ണുകൊണ്ടല്ലോ മണം കൊണ്ടല്ലേ അറിയുന്നേ നല്ലതേതാ ചീത്തയേതാന്ന്. എനിക്കും എടുത്തോ. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കല്ല് പോലത്തെ ഇഡലി. എന്ത് ചെയ്യാനാ? ഞാൻ എങ്ങനെയല്ല ഇഡ്ലിയും ദോശ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. നീ എന്തിനാ അവളെ വഴക്ക് പറയുന്നേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് എങ്ങനെ ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കാൻ അറിയാ? അതിനാണ് ശ്രീനിവാസ് ഇഡ്ഡലിപ്പൊടിയും ദോശപ്പൊടിയും. ഹായ് ശ്രീനിവാസ്. അതേ മോളെ, ദേ 1 കപ്പ് ശ്രീനിവാസ് പൊടി 1.5 കപ്പ് വെള്ളത്തിൽ നന്നായി തരിയില്ലാതെ കലക്കി കുഴമ്പ് പരുവത്തിലാക്കി വെച്ചിട്ട് 12 മണിക്കൂർ കഴിഞ്ഞ് തയ്യാറാക്കിയാൽ നല്ല ഇഡ്ഡലിയും ദോശയും ലഭിക്കും. കേട്ടല്ലോ? നെക്സ്റ്റ് നാം ബോലോ. ബാലമുരുകൻ, നാഗരാജൻ, പുള്ളിരാജു, പുട്ടമുരുകൻ, ചിഞ്ചുൻ കപ്പ, ചിന്ന മുരുകൻ, ബാലസ്വാമി ശേഖരൻ, പുട്ടപർത്തി, ലൂക്കക്കല്ലു, തുമ്മല, ലവാംഗം, സർവപല്ലി, വെങ്കട, ചിന്ന പ്രസാദ്, രാജ, കുലശേഖര, മംഗളം. देवा। मिस्टर, बर्थ सर्टिफिकेट पे बेबी का नाम लिखो। बाला इतना स्मूथ। सैलूट बटरफ्लो इतना स्मूथ लिखे सनसनन साय साय ഉടക്കാണല്ലോ. 2 മാസം മുമ്പ് ഷോപ്പ് ചെയ്ത ആളിയാ. പിന്നെ പോണോ? ഇത് കാര്യം ഒന്നിന്റെ വിലയിൽ 3 കിട്ടും. പക്ഷെ എന്ന് വെച്ച് നീ എന്താ പറഞ്ഞത്? അല്ല അളിയ, ഈ കല്യാൺ സിൽക്സില് 3-in-1 കോംബോ ഓഫർ തുടങ്ങി. പക്ഷെ അളിയൻ അതൊന്നും മൈൻഡ് ചെയ്യരുത്. ഇവിടെ ഇങ്ങനെ കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. 3 ഇരട്ടി ലാഭം നേടൂ ഓരോ ഷോപ്പിംഗിലും. അളിയൻ ഇതെന്നോട് നേരത്തെ പറയാമായിരുന്നു. കുടിക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ചാലോ? മിസ്റ്റർ ബട്ട്ലർ ഒരു ഗ്ലാസ്സിന് വെറും 2 രൂപ. ഓറഞ്ച് ലെമൺ ലെമണേഡ്. എങ്ങനെയുണ്ട്? ഐ വാണ്ട് മോർ. എൻജോയ്. ഇത് മിസ്റ്റർ ബട്ട്ലേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയതാ. ഗ്ലാസ് ഒന്നിന് 2 രൂപ ചെലവുള്ളൂ. സോഡയ്ക്കാണെങ്കിൽ പെറ്റ് സോഡയേക്കാൾ 10 ഇരട്ടി ലാഭം. ഒന്നിന് 35 പൈസ. ഈ മെഡിസിൻ ഉടനെ വാങ്ങണം. ഏകദേശം 5000 രൂപയോളം വരും. ഈ മരുന്നിന് 5000 രൂപ വേണം. എന്ത് ചെയ്യും? പണമോ? പേടിക്കണ്ട, എന്റെ കയ്യിൽ ഫെഡറൽ ബാങ്ക് ATM കാർഡുണ്ട്. 24 മണിക്കൂറും 365 ദിവസവും ലഭിക്കുന്ന ബാങ്കിംഗ് സേവനം. ഫെഡറൽ ബാങ്ക് ATM, നിങ്ങളുടെ ഉത്തമ സുഹൃത്ത്. കിട്ടിയോ? ഇല്ല ചേച്ചി, കിട്ടിയില്ല. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല. പിന്നെ നീ എന്നാ ഉണ്ടാക്കാനാണ് അങ്ങോട്ട് ചെന്നത്?
സോറി ചേച്ചി. ഞങ്ങളും ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി, ATM കാർഡും ലഭിച്ചു. പുറത്ത് കുടുങ്ങിപ്പോയല്ലേ, ഇങ്ങനെ അകത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാ. ഇപ്പോൾ ഈസി ആയില്ലേ? പക്ഷെ കറ നിനക്ക് ഈ ഗേറ്റ് കണ്ടുകൂടാ? അതങ്ങ് തുറന്നാ പോലെ. താക്കോല് വെച്ചാൽ തരത്തില്ലേ? അതിനാണോ നീ കോപ്രയം കാണിക്കുന്നത്? ഡ്രസ് മൊത്തം അഴുക്കാക്കി. ഇനി ഞാൻ ഇതെങ്ങനെ അലക്കും? എന്താ പുക വരുന്ന കോൽ കാരണം? മുത്തച്ഛന തൊണ്ടയിൽ ചുമയുണ്ടോ? കണ്ണിൽ വെള്ളവും മൂക്കിൽ ചൊറിച്ചിലുമുണ്ടോ? എന്നിട്ടും ഈ കോലം കേട്ട കോയിൽ എന്തിനാ കത്തിക്കുന്നത്? അത് ശരിയാ മോനെ. റിലാക്സ് മുത്തച്ഛ. ഇനി കോൽ കെടുത്തി പുതിയ ഗുഡ് നൈറ്റ് ഗേൾ ഫ്ലാഷ് ഇടുന്നേ. കാരണം ഫ്ലാഷ് മോഡിൽ ഫ്ലാഷ് പേപ്പേഴ്സ് പോലീസുകാർ പോലെ മുക്കിലും മൂലയിലും ഒളിച്ചിരിക്കുന്ന കള്ളക്കൊതുകുകളെ കണ്ടുപിടിച്ച് ഗുഡ് നൈറ്റ് ഗേൾ ഫ്ലാഷ്. ഇനി വേണ്ട. എന്താ വരാത്തെ? അമ്മ, എന്റെ ഫ്ലൈറ്റ് മിസ്സായി. എനിക്കിപ്പോ വരാൻ പറ്റില്ല അമ്മ. അയ്യോ, അപ്പൊ എന്റെ ഗിഫ്റ്റ് എടാ, നീ ആദ്യം പോയി മുഖം കൈയും കഴുകിയ. അങ്ങോട്ടല്ല, നിന്റെ ബാത്റൂമിലോട്ട്. നിങ്ങളുടെ അല്ലേ പുതിയ ബാത്റൂം? ഇനിയും നിനക്ക് ഞങ്ങളുടെ ബാത്റൂം യൂസ് ചെയ്യണോ? അപ്പോ നിങ്ങൾ ആർക്കാണ് അവരുടെ ഡ്രീം ബാത്റൂം ഗിഫ്റ്റ് ചെയ്യുന്നത്? ഇത് നോക്ക്, കേക്ക്. പിന്നെ അറിയോ ഇതിൽ എന്താണെന്ന്? കാഡ്ബറി. പിന്നെ നീയില്ലേ, ശരിക്കും ഈ കേക്ക് പോലെയാണ്. നിനക്കും സീക്രട്ട് ഉണ്ട്. എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഒട്ടും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ആരുമില്ലാത്തപ്പോൾ അത് പോകുന്നതേ അറിയില്ല. ഓഫീസ് പ്രസന്റേഷൻ, കോൾസ് 8 മണിക്കൂർ 40 മിനിറ്റും അതിൽ തന്നെ പോകും. ആഗ്രഹങ്ങൾ തേടിയുള്ള യാത്രക്കിടയിൽ 1.5 മണിക്കൂർ ട്രാഫിക്കിലും പെടും. മറ്റുള്ളവരുടെ ജീവിതം സ്ക്രോൾ ചെയ്ത് 2 മണിക്കൂർ 20 മിനിറ്റ് നിമിഷനേരം കൊണ്ട് തീരും. ബാക്കിയുള്ളതോ വെറും 60 മിനിറ്റ്. സുപ്രധാനമായ ചില കാര്യങ്ങൾക്കായി നെസ്കഫെ ഗോൾഡ്. പ്രത്യേകം തിരഞ്ഞെടുത്ത കാപ്പിക്കുരുക്കൾ, പാകത്തിൽ വറുത്തെടുത്തത്. ടൈം അതെപ്പോൾ കിട്ടിയാലും എത്ര കിട്ടിയാലും മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ഹെൽമെറ്റ് കേസാ? വെച്ചില്ല, പറ്റിപ്പോയി സാർ. ഇനി ഞാൻ ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമെറ്റ് ധരിച്ചിരിക്കും എന്ന് 100 വട്ടം എഴുതിയിരിക്കും. 100 വട്ടോ സാറേ? അപ്പൊ 200 ആക്കല്ലേ സാർ? അത്യാവശ്യം ആശുപത്രി പോയിരുന്നു. 300 സാറേ. എന്താ? 400 സാറേ 300. അന്ന് 500. 500 ഫിക്സ് സാറേ. സാറേ 500. താനൊരു ചായ കുടിക്കും. ഒരു ചായ കൂടി. എനിക്ക് ചായ വേണ്ട സാറേ. കുടിക്കടോ. ജനമൈത്രിയാണ്, കുടിച്ചേ പറ്റൂ. അതല്ല സാർ, മരത്തം പാല്, കലക്ക് പാല്, അങ്ങനെ പലതരത്തിലുള്ള പാല് ഇപ്പൊ നാട്ടിൽ കിട്ടുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ഇക്കാലത്ത് പണി പാലും വെള്ളത്തിലും കിട്ടും സാർ. സംഭവം കറക്റ്റാ സാറേ. കൊച്ചിനിപ്പോ ഞങ്ങള് നാടൻ പാലാക്കി. അയ്യോ മാഡം, സൂക്ഷിക്കണം. ഈ നാടൻ പാലെന്ന് പറഞ്ഞ് കിട്ടുന്നതൊക്കെ എവിടെ നിന്നാന്ന് ആർക്കറിയാം? പാല് പാഷാണാക്കുന്ന എല്ലാത്തിനും ഇടിച്ചു. ഇതിനിപ്പോ എന്തോ ഒരു പരിഹാരം? പരിഹാരം നമ്മുടെ മിൽമ തന്നെ. മിൽമ സാറേ, കേരളത്തിലെ ലക്ഷോപലക്ഷ ക്ഷീര കർഷകരിൽ നിന്നും ദിവസേന പാൽ സംഭരിച്ച് സംഘങ്ങളിൽ ശീതീകരിച്ച് ഡയറിയിൽ പാസ്ചറൈസ് ചെയ്താണ് മിൽമ നമുക്ക് കിട്ടുന്നത്. പാൽ എങ്ങനെ വേണമെന്ന് അത് മിൽമയ്ക്കറിയാം. മിൽമ, പാലിന്റെ മേന്മ. ബ്രേക്ക്ഫാസ്റ്റ്. മമ്മി, ആനിമൽസിനോട് കൈൻഡ് ആയിരിക്കണ്ടേ? അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ടോമയ്ക്ക് കൊടുത്തേക്ക്. ടോമി, നിക്ക്. എന്ത് പറ്റി? അയ്യോ, ഞാൻ മറന്നു. ഇന്ന് തേഴ്സ്ഡേയാ. അതിന് ഇന്ന് എന്താ? ടോമിക്ക് വ്രതമാ. ഞാൻ തന്നെ കഴിച്ചോളാം. ബോൺവീറ്റ ബിസ്ക്കറ്റ്സ്. ഇത്ര ടേസ്റ്റി, ഇവന്റെ എക്സ്ക്യൂസുകളെല്ലാം തീരും. പിന്നെ ഇത്ര ഹെൽത്തി, എന്റെ ടെൻഷനും തീരും. ഹെൽത്തി ടേസ്റ്റി ബോൺവീറ്റ ബിസ്ക്കറ്റ്സ്. രാവിലത്തെ ബിസ്ക്കറ്റ്.